മാതൃത്വവും സ്നേഹവും എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. എന്നാൽ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അത് പുഷ്പിക്കണം, പ്രകടമാകണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയിലെ മാതൃത്വം ഉണരുകയാണ്. എല്ലാ ജാതിയും അമ്മയിലുണ്ട്. കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, കുട്ടികളെ ഉപദേശിക്കുമ്പോൾ, കുട്ടികളിൽ മൂല്യബോധം ഉണർത്തുമ്പോൾ അമ്മ ഒരു ബ്രാഹ്മണിയാണ്. എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ, തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് അപകടങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ നല്ലൊരു ചിട്ടയും നിഷ്ഠയും കൊണ്ടുവരാൻ കർക്കശക്കാരിയാകുമ്പോൾ അമ്മ ക്ഷത്രിയയാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ സമയവും സമ്പത്തും ശക്തിയും എങ്ങനെ വേണ്ട വിധം കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഭൗതികവും ആത്മീയമായ സമ്പത്ത് തനിക്ക് ആവശ്യമുള്ളതിലുപരി സമ്പാദിച്ചു ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ പങ്കുവയ്ക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അമ്മ വൈശ്യയാണ്. കുട്ടികൾക്ക് വേണ്ട ആഹാരങ്ങൾ തയ്യാറാക്കുമ്പോൾ, മലവും മൂത്രവും എല്ലാം വാരി കുട്ടിയുടെ വൃത്തിയാക്കുമ്പോൾ, കുട്ടിയുടെ വസ്ത്രങ്ങൾ തേച്ച് കഴുകി തയ്യാറാക്കി കൊടുക്കുമ്പോൾ അമ്മ ഒരു ശൂദ്രയാണ്. അമ്മമാർ കാണിച്ചു കൊടുത്താലേ കുട്ടികൾക്ക് മൂല്യം ഉണ്ടാവുള്ളൂ. പ്രകടിപ്പിച്ച് കാണിക്കണം. നമ്മുടെ അമ്മമാരെല്ലാം ദിനചര്യങ്ങളെല്ലാം കാണിക്കും. വെളുപ്പിലെ എഴുന്നേക്കും, അർച്ചന ചെയ്യും, പൂജ ചെയ്യും, വീട്ടുജോലികളെല്ലാം ചെയ്യും. 12 13 മക്കളെ പ്രസവിക്കുന്ന അമ്മമാരുണ്ട്. അത്രയും വളർത്തുന്നു. അതിനോടൊപ്പം കൃഷിയുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാം ഉണ്ട്. ഗ്രാമങ്ങളൊക്കെ വളരുന്നത് അതെല്ലാം നോക്കുന്ന അവർ തന്നെ. അവർ നോക്കി ഇത്രയും അതിനിടയിൽ ഈ പൂജകളും എല്ലാ ആഴ്ചയിൽ 2-3 ദിവസം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. മാസത്തിലൊരു 3-4-5-6 വ്രതമുണ്ട്, ഒരിക്കലുണ്ട്. എല്ലാം ചെയ്യും. പക്ഷെ ഇപ്പോൾ ഉള്ള അമ്മമാർക്ക് ജോലിക്ക് പോകണം. ഇപ്പോഴത്തെ അമ്മമാർ കുഞ്ഞുങ്ങളോട് അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ മനോഭാവം എങ്ങനെയാണെന്നറിയാം. അവരെപ്പോഴും ബുദ്ധി കൊണ്ടാണല്ലോ നോക്കുന്നത്. അനുസരണം എന്തായാലും തീരെയില്ല. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് പിസ്സ ഇരിക്കുകയാണ്. തമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. 3 ആ ടേബിളിൻ്റെ അടുത്തോട്ട് വന്നു. അതിനകത്ത് 3നും അനുസരണശീലമേ ഇല്ല. എന്നിട്ട് അമ്മയോടൊന്ന് പിസ്സ ചോദിച്ചു കുട്ടികൾ 3. അപ്പം അമ്മ പറഞ്ഞ്, എന്നോട് ബഹുമാനവും പേടിയും ഞാൻ പറയുന്ന അനുസരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ പിസ്സ തരുള്ളൂ. ഇവരെ അനുസരണശീലം പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു വഴി നോക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് ഉടനെ തന്നെ 3 മക്കളും ഉടനെ ഒരുമിച്ച് പറയാണ്, ഇനി നമുക്ക് പോവാടാ, ഈ പിസ്സ അച്ഛന് മാത്രമേ കിട്ടുള്ളൂ. അച്ഛനെ മാത്രമേ കിട്ടുള്ളെങ്കിലേ നിങ്ങൾക്ക് അച്ഛനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി വരുമെന്ന്. നല്ലതെന്ന് പറഞ്ഞാലും തെറ്റുകുറ്റം മാത്രം നോക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. തെറ്റുകുറ്റം മാത്രം നോക്കി തെറ്റ് മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ഭൂരിപക്ഷം ഉള്ളിലെ വാസന. തനിക്ക് നേടണം, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാവമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും 2 യാചകരാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹം കൊതിക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ സ്നേഹം. കാരണം ഒരാളെ നിഷ്കാമമായി സ്നേഹിക്കാൻ വേണ്ടിയല്ല കല്യാണം കഴിച്ചത്. അപ്പോൾ തനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്. അവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2 യാചകരാണ്. 2 അന്ധന്മാരൂടി ഒന്നിച്ച് നടന്ന പോലെ. ഈ അന്ധന്മാർ ഒന്നിച്ച് നടന്നു പോകുമ്പോൾ കൂട്ടുമുട്ടും. അങ്ങോട്ട് കൂട്ടുമുട്ടി കൂട്ടിയിടിച്ചേ പോയതൊക്കെ. അപ്പോൾ കുടുംബജീവിതത്തിൽ കൂട്ടിയിടിപ്പ് ഉണ്ടാകും. 2 പേരും അന്ധനാണെന്ന് ചിന്തിക്കണം. അപ്പം മറ്റേ ഇടി ഇയാൾക്ക് ക്ഷമിക്കാൻ കഴിയും, ഇയാളുടെ ഇടി അയാൾക്ക് ക്ഷമിക്കാൻ കഴിയും. യാചകരുമാണ്, അന്ധന്മാരുമാണ്. അപ്പോൾ ഈ തനിക്ക് കിട്ടുന്നതിനെ പറ്റിയാണ് ഇങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുന്നതിനെ പറ്റി ഒരു ചിന്തിക്കുന്നേ ഇല്ല. തനിക്ക് തന്നില്ലല്ലോ, എങ്കിൽ ഞാൻ മിണ്ടാൻ പോകുന്നില്ല. എന്നോട് അയാളെന്ന് അത് പറഞ്ഞില്ലല്ലോ, ഞാൻ ആരോട് മിണ്ടാൻ പോകുന്നില്ല. 2 പേരും ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ ഒരു കട്ടിൽ കിടക്കുന്നെങ്കിലും 2 പേരും വളരെ അകലമാണ്. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. അപ്പം ഒരു ദിവസം ഭാര്യ ഭർത്താവ് കട്ടിലിങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് ഉറങ്ങാം. വലിയൊരു ചുഴലി കാറ്റ് വന്നു. ആ കട്ടിലോട് പൊക്കി മേക്കൂരയും കട്ടിലോടെല്ലാം പൊങ്ങൊണ്ടുപോയി. മയിലുകൾക്കപ്പുറം പോയി ആ കട്ടിലോട് തങ്ങിരുന്നു. 2 പേരും പേടിച്ചാണ് അങ്ങനെ ഒന്നുകൂടെ മുറുകി പിടിച്ചിരിക്കുക. പക്ഷേ വീണ് കഴിഞ്ഞപ്പോൾ ഭാര്യ ചിരിക്കുന്നു. പിന്നെ ഭാര്യ ഇരിക്കുന്ന ഭർത്താവും ചിരിച്ചു. നീ എന്തിനാണ് ചിരിച്ചത്? അത് നമ്മൾ ഇത്ര മൈലോളം വന്നില്ലേ, ഒരിക്കലും ഒരു യാത്രയിലും ഇത്ര ദൂരം ഒരു വഴക്കിടാൻ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. ആദ്യമായിട്ടല്ലോ സംഭവിച്ചത്. ഇത്ര ദൂരം നമ്മളൊരു വഴക്കിടാതെ കെട്ടിപ്പിടിച്ചോട് തന്നെ സഞ്ചരിച്ചില്ലേ, അതോർത്ത് ചിരിച്ചു. ഇപ്പം നിങ്ങൾ ചിരിച്ചത് ഞാനത് തന്നെയാണ് ഓർത്തുകൊണ്ട് ചിരിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ പോയാലും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയൊരു കലഹം നടക്കും. എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചാൽ പോകുന്ന വഴിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമായിരിക്കും. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമുള്ള ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, കലഹമായിരിക്കും. കുട്ടികൾക്കും പ്രശ്നം, അവർക്കും സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചില മക്കൾ പ്രസംഗിക്കണം. വീട്ടിലാണ് അമ്മ എൻ്റെ ഇളയ കുഞ്ഞിനെ നോക്കും, എന്നെ മൈൻഡ് ചെയ്യത്തില്ല.
അത് കഴിഞ്ഞ് അമ്മ കമ്പ്യൂട്ടർ നോക്കി അമ്മയുടെ ജോലി ചെയ്യും, അച്ഛൻ്റെ കമ്പ്യൂട്ടർ ഇരിക്കും. ഞങ്ങൾക്ക് വേറെ ആരോടും മിണ്ടാനാ. അപ്പോൾ കുട്ടികൾക്കൊരു ഒരു തുറക്കാനോ കളിക്കാനോ രസിക്കാനോ മിണ്ടാനോ അടിയിടാനോ സ്നേഹിക്കാനോ ആരും ഇല്ലാണ്ടായിപ്പോയി. അതൊരു ഭാഗം. മുത്തശ്ശിയില്ലാത്തൊരു ഭാഗം. കുടുംബമല്ല, കുടുംബം എന്ന് പറയാൻ പറ്റില്ല. ഭാര്യയുടെ മനസ്സറിയാൻ ഭർത്താവിന് ജ്ഞാനമില്ല, ഭർത്താവിൻ്റെ മനസ്സറിയാൻ ഭാര്യയ്ക്ക് ജ്ഞാനമില്ല. ഇല്ലാത്ത സ്ഥിതിയിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. പ്രകടിപ്പിച്ചാലേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഉള്ളിൽ വീച്ചുണ്ടെങ്കിൽ അത് നമ്മൾ കല്ലുള്ള തീയം കൊണ്ട് ആർക്കാണ് പ്രയോജനം? എല്ലാവർക്കും ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം.